വടകരയിൽ നിക്ഷേപത്തുക ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശം 24-ന് തന്റെ മരണത്തിന് ഉത്തരവാദികൾ കടത്തനാട് ലേബർ കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് അദ്ദേഹം പറയുന്നു. 75 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്നും തന്നെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ഈ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ അയച്ച ശബ്ദ സന്ദേശമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ പൈസ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അത്ര തരും ഇത്ര തരും, അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട. ഇത് നല്ല ഗവൺമെന്റ് അംഗീകരിച്ച സ്ഥാപനമാണ്. ഗവൺമെന്റ് അംഗീകരിച്ച് ഞങ്ങൾക്ക് 100% ലാഭം കിട്ടുന്ന സംഭവമായത് റോഡ് പണി, ബിൽഡിങ്ങിന്റെ പണി. ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്രയും നിങ്ങൾ സെറ്റപ്പ് കണ്ടില്ലേ. ഇനി ഞാനുള്ള കാലം വരെ നിങ്ങൾക്ക് പേടിക്കണ്ട. അങ്ങനെ ഇവരൊക്കെ വാട്ടിലാക്കിയിട്ട് എന്നെ കൊണ്ട് കുറെ പൈസ ഇടിച്ച ശേഷം ആ എഗ്രിമെന്റിന്റെ ഡേറ്റിന്റെ ആ സമയത്തിന്റെ ഒരാഴ്ച മുന്നേ പറഞ്ഞ് എന്നെ വിളിച്ച് ഓഫീസിൽ ഇരുത്തിയിട്ട് എന്തെന്നാ നിങ്ങളെ വിഷയം, നിങ്ങളെ പൈസ ഞങ്ങൾക്ക് തരാൻ പറ്റൂല. ബഷീർ എന്ന് പറയുന്ന വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ ഇരുത്തുന്ന എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ വേണ്ടിയിരുന്നു. നോക്കിയേക്ക്, ഓൻ അറിഞ്ഞുകൊണ്ട് എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഓൻ കളിച്ച്. ഈ കടത്തനാ സൊസൈറ്റിന്റെ വണ്ടിയാ ഓൻ ഓടിക്കുന്നന്ന്. എനിക്ക് എൻ്റെ പൈസ വമ്പിച്ച നഷ്ടമായിരുന്നു പേർക്ക് ഈ കടത്തനാട് സൊസൈറ്റിനെ കൊണ്ട്. അങ്ങനെ ആ പൈസയെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 75 ലക്ഷം ഉറുപ്പ്യ എൻ്റെ അടുക്കെ എനിക്ക് ഈ സ്ഥാപനം ഇന്നത്തെ കണക്കിന് തരേണ്ടി വരും. ഇനിയിപ്പോൾ എനിക്കെന്ത് മരണോ കാര്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദി പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ ബിനീഷ് എന്ന് പറയുന്ന ഈ ബിനീഷിൽ നിന്ന് പിരിഞ്ഞിക്കെന്ന് പറയുന്നത് ബിനീഷ്, പിന്നെ മജീദ്, ഇവരെല്ലാം പൂർണ്ണ ഉത്തരവാദിയായിരിക്കും. പിന്നെ കമ്പന 97,000 റുപ്യ എനിക്ക് തരാമെന്ന് പറഞ്ഞ് ഈ സൊസൈറ്റിന്റെ പൈസ കണക്കൂട്ടി കമ്പനി ഉത്തരവാദിയാണ്. ഈ മരണോ കാര്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനം നടത്തുന്ന ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ലൈസൻസ് ആണെന്ന് പറഞ്ഞ് ഇവർ തട്ടിപ്പാണ് നടത്തുന്നത് ഞമ്മക്കറിഞ്ഞു. ഗൂഗിൾ കെ വേണുഗോപാലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഇപ്പോൾ കോഴിക്കോട് ഗൂഗിൾ, അദ്ദേഹം നിക്ഷേപിച്ച പണം അത് തിരികെ ചോദിക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. ഒടുവിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ജീവൻ ഒടുക്കേണ്ടി വന്നു. ഈ ശബ്ദരേഖ കൂടി പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് വ്യക്തമാകുന്ന ഗൂഗിൾ? ഇബ്രാഹിം ഹാജി ആത്മഹത്യാ ശ്രമം നടത്തുന്നതിന് മുമ്പ് കൃത്യം 1 മണിക്കൂർ മുമ്പുള്ള ശബ്ദ സന്ദേശമാണിത്. ഇന്നലെ 10:30 അദ്ദേഹം DCC സെക്രട്ടറി ആയിരുന്ന സുധീർ കുമാറിന്റെ വീട്ടിന് മുമ്പിൽ പോയി പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് 1 മണിക്കൂർ മുമ്പ് 9:30 BJPയുടെ കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ അയച്ചു കൊടുത്ത ശബ്ദ സന്ദേശമാണ്. അതിൽ അദ്ദേഹം മരിക്കാൻ പോകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി സൊസൈറ്റി ആയിരിക്കും, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഭാരവാഹികളായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി പലതവണ ഇദ്ദേഹം സൊസൈറ്റിയുടെ ഭാരവാഹികൾക്ക് പണം നൽകിയെന്നാണ് പറയുന്നത്. ഈ 2021 മുതൽ 2023 വരെ 24 ലക്ഷം രൂപയാണ് ഈ സൊസൈറ്റിയിൽ അദ്ദേഹം നിക്ഷേപിച്ചത്. സ്വർണം വിറ്റും ഭൂമി വിറ്റും കിട്ടിയ പണമായിരുന്നു മൊത്തത്തിൽ നിക്ഷേപിക്കാൻ ഇടയായ സാഹചര്യം. 1 ലക്ഷം രൂപയ്ക്ക് 1250 രൂപ ലാഭം നൽകുമെന്നൊക്കെ പറഞ്ഞായിരുന്നു പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ സൊസൈറ്റിയുടെ ഭാരവാഹി തന്നെയായിരുന്ന റിനീഷിന് അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഒരു 11 ലക്ഷം രൂപയും കൊടുത്തിരുന്നു. അത് ഈ കടത്തനാട് ലേബർ കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് ആ പണം കൊടുത്തത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വീടൊന്നും ഉണ്ടായിരുന്നില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് 22 ലക്ഷം രൂപ ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയെന്നൊരു കാര്യം കൂടി അദ്ദേഹം ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ മൊത്തം ഈ കാലയളവിൽ ഈ പണമൊക്കെ, ഇതിന്റെ ലാഭമൊക്കെ കൂട്ടുകയാണെങ്കിൽ 75 ലക്ഷത്തോളം രൂപ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പലതവണ ഇതിന്റെ ഭാരവാഹികളെ ബന്ധപ്പെടുകയും പോലീസിൽ പരാതിയൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അത് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ ആത്മഹത്യയിലേക്ക് ഉൾപ്പെടെ അദ്ദേഹം മുതിർന്നത്. ഇത് നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പണം നേടിയെടുക്കണമെന്നും തന്റെ മക്കൾക്ക് ഈ പണം വീതിച്ചു കൊടുക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തന്റെ മരണശേഷം ഈ ഓഡിയോ ജനങ്ങളെ എല്ലാവരും കേൾപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. വീട് വെച്ച് നൽകാൻ വേണ്ടി വാങ്ങിയ പണം, അതോടൊപ്പം തന്നെ നിക്ഷേപം നടത്തിയ തുക ഉൾപ്പെടെ അതിന്റെ ലാഭം ഉൾപ്പെടെയാണ് ഈ 75 ലക്ഷം രൂപ പറയുന്നത്. ആ പണം നൽകാതെ വഞ്ചിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണമാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നത്. ആ കാലയളവിൽ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന സുധീർ കുമാർ, സെക്രട്ടറി പ്രീന, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ബഷീർ അഹമ്മദ്, ET റിനീഷ്, മജീദ് എന്നുൾപ്പെടെയുള്ള എന്നിവർക്കെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. ഈ പരാതി കൊടുത്തതിന് പിന്നാലെ ഈ പറയുന്ന ബഷീർ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഈ സൊസൈറ്റിയുടെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. അത് ഈ ഓഡിയോ സന്ദേശത്തിൽ വളരെ വ്യക്തമായി കേൾക്കാനും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഏകദേശം 25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഈ കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ അദ്ദേഹം അയച്ചു കൊടുത്തത്. സുധീർ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമെന്നൊരു ആവശ്യം BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. CPM-ഉം വിഷയത്തിൽ ശക്തമായി തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മുസ്ലിം ലീഗിനെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട്
ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ലീഗിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സൊസൈറ്റിക്ക് ധനസമാഹരണത്തിനായി മുന്നിട്ട് ഇറങ്ങിയത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുമായാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതേസമയം കോൺഗ്രസും മുസ്ലിം ലീഗും ഈ സൊസൈറ്റിക്ക് കോൺഗ്രസുമായോ മുസ്ലിം ലീഗുമായോ ഒന്നും ബന്ധമില്ല എന്നും പറയുന്നുണ്ട്. ഉന്മേഷ്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.